ദേവദാരുവിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, ആദിത്യ ദേവപ്രീതിക്ക് ഉത്തമമായ ദിവസം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരവും പ്രത്യക്ഷ ദൈവവുമാണല്ലോ സൂര്യദേവൻ. കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ്. എല്ലാവിധ രോഗദുരിത ശാന്തിക്കും സൂര്യഭജനം ഉത്തമമായി കരുതപ്പെടുന്നു. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാനെ നിത്യേന വന്ദിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. സൂര്യപ്രീതിക്കായി ഗായത്രി മന്ത്രവും സൂര്യസ്തോത്രവും അതുപോലെ തന്നെ ആദിത്യ ഹൃദയ മന്ത്രവും ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. പ്രഭാതത്തിൽ കുളിച്ചത് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാവൂ. നിത്യവും ഒരേ സമയം, അതായത് രാവിലെ 6-നും 7-നും ഇടയ്ക്കാണ് ജപിക്കേണ്ടത്. അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. നിത്യേന ജപിച്ചു പോരുന്നവരുടെ മനസ്സ് തെളിഞ്ഞതും സൂര്യനെ പോലെ ശോഭയുള്ളതുമാകും. ഗ്രഹപ്രകൃഷ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സൂര്യഭജനത്തിന് സാധിക്കും. സൂര്യഗായത്രിയും സൂര്യമന്ത്രങ്ങളൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് ഇരട്ടി ഫലമാണ് നൽകുക. നിത്യേന ജപിച്ചു പോരുന്നവരുടെ മനസ്സ് തെളിഞ്ഞതും സൂര്യനെ പോലെ ശോഭയുള്ളതുമാകും. ഗ്രഹപിഴാദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ സൂര്യഭജനത്തിലൂടെ നമുക്ക് സാധിക്കും. അസ്തമയ ശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല, അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മന്ത്രങ്ങളിൽ ഗായത്രി മന്ത്രത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. സൂര്യദേവനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അർത്ഥം ഇങ്ങനെയാണ്: ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ഇനി സൂര്യ സ്തോത്രമാണുള്ളത്. ഈ സൂര്യസ്തോത്രം ജപിക്കുന്നത് ആ ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് ത്വക്ക് രോഗവും നേത്രരോഗവും അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ ശമനം ഉണ്ടാകുന്നതായിരിക്കും എന്നാണ് വിശ്വാസം. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം എന്നതാണ് സൂര്യ സ്തോത്രം. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് അത് അധ്യാത്മരാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ഒരു ഭാഗമാണ്. ആദിത്യ ഹൃദയം ശത്രുദോഷം വരുത്തുന്നതിനായിട്ട് അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ച മന്ത്രമാണ് ഇത്. ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ ലഭിക്കുമെന്നാണ് ഈ സ്തോത്രത്തിൻ്റെ ഫലസ്തുതി. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായ പ്രത്യക്ഷ ദൈവമല്ലേ സൂര്യദേവൻ. അപ്പോൾ നമുക്ക് സൂര്യദേവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി രോഗദുരിത ശാന്തിക്കും അതുപോലെ തന്നെ സൂര്യഭജനം ഏറ്റവും ഉത്തമമായിട്ട് കരുതപ്പെടുന്ന ത്വക്ക് രോഗത്തിനും അങ്ങനെ ജപിച്ചാൽ തന്നെ നമുക്ക് സർവ്വവിധ പാപങ്ങളും ഗ്രഹദോഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായിട്ട് സൂര്യഭജനത്തിലൂടെ സാധിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.